നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 20. അങ്ങനെ ഇന്ന് നേരിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും വെയ്റ്റഡ് ആവറേജ് ക്ലോസിംഗ് വന്നപ്പോൾ ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി എന്തെല്ലാം ഘടകങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെ നേട്ടങ്ങളൊക്കെ ചോർന്നു പോകുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നതും. ഇന്നും നിഫ്റ്റിക്ക് 24,400 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചെങ്കിലും 24,480 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തുടർന്ന് 24,241 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. ഏകദേശം 240 പോയിന്റുകൾക്കടുത്ത് ട്രേഡിംഗ് റേഞ്ചും നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. മാർക്കറ്റ് ഇന്ന് ഹൈലി വോൾട്ടൈലുമായിരുന്നു. 11 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 26 പോയിന്റുകളുടെയും നിഫ്റ്റി ബാങ്കിന് 16 പോയിന്റുകളുടെയും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഹെവി വെയ്റ്റ് ഇൻഡെക്സ് സ്റ്റോക്കുകളായ HDFC ബാങ്ക്, ICICI ബാങ്ക്, യെസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ബെറ്റർ ആയിട്ടുള്ള ക്വാർട്ടർലി ഏർണിംഗ്സ് റിലീസ് ചെയ്തെങ്കിലും HDFC ബാങ്കിനും യെസ് ബാങ്കിനും ഇന്ന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അതേസമയം ICICI ബാങ്കിന് മാത്രമേ നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം ഇന്ന് അവസാനിപ്പിക്കുവാനുമായുള്ളൂ. ട്രെൻഡ്, SBI, JSW സ്റ്റീൽ, ഏഷ്യൻ പെയിന്റ്സ്, ഇറ്റേണൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുവാനായപ്പോൾ ജിയോ ഫൈനാൻഷ്യൽ, ഹിൻഡാൽകോ, HDFC ലൈഫ്, L&T, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകളെ പോലെ തന്നെ ബോർഡർ മാർക്കറ്റ്സിൽ നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും ഫ്ലാറ്റ് ആയിട്ട് തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി സെക്ടർ വൈസ് നോക്കുമ്പോൾ IT, ടെലകോം, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 0.5% ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നു. അതേസമയം ഓട്ടോ, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ, എനർജി, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ഇന്ത്യൻ രൂപയ്ക്ക് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും US ഡോളറിനെതിരെ 20 പൈസയുടെ നഷ്ടത്തോടുകൂടി 93.12 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയും ചെയ്തു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള നടപടികളിൽ ഇന്ന് UAE അവരുടെ അസംതൃപ്തി പ്രകടമാക്കുക തന്നെയുണ്ടായി. കൂടാതെ അവരുടെ ഭാഗത്ത് നിന്നും എണ്ണയുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഡോളറിൽ നിന്നും ചൈനീസ് കറൻസിയിലേക്ക് ഒരുപക്ഷെ മാറിയേക്കാമെന്നുള്ള സൂചനകളും വരികയും ചെയ്തു. ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ ട്രംപിന്റെ ഡെഡ് ലൈൻ അവസാനിക്കുന്നത് ഇന്നാണെന്ന് വീഡിയോ മെൻഷൻ ചെയ്യുകയുണ്ടായി. അത് എന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു തെറ്റാണ്. ഇന്നല്ല, ബുധനാഴ്ച രാവിലെയോട് കൂടിയിട്ടാണ് 2 ആഴ്ചത്തെ ട്രംപിന്റെ ഡെഡ് ലൈൻ ഇറാനെതിരെ അവസാനിക്കുന്നതും. ആയതിനാൽ തന്നെ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം JD വാൻസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ട്രംപ് പ്രഖ്യാപിച്ച പോലെ തന്നെ ഇന്ന് US നിന്നും ചർച്ചകൾ പുനരാരംഭിക്കുവാൻ വേണ്ടിയിട്ട് പ്രതിനിധികളിലേക്ക് തിരിക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. എന്നാൽ അതേസമയം ഇറാന്റെ ഭാഗത്ത് നിന്നും ചർച്ചയുടെ പുനരാരംഭത്തിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലെന്നുള്ള റിപ്പോർട്ട്സുമാണ് വരുന്നത്. മാർക്കറ്റിംഗ് കപ്ലിംഗ് മാനദണ്ഡങ്ങളെ കുറിച്ചുള്ള കരട് വിജ്ഞാപനം CERC പുറത്തിറക്കിയതിനു ശേഷം ഇന്ന് IEXന്റെ സ്റ്റോക്ക് പ്രൈസിൽ 7.5% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയും ചെയ്തു. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ വീക്കെൻഡില് ഹോർമുസ് കടലിടുക്ക് പരിപൂർണമായിട്ടും തുറക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം നിലനിന്നിരുന്നതിനാൽ തന്നെ അനുഭവപ്പെട്ട പോസിറ്റിവിറ്റി പിന്നീട് യുഎസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ബ്ലോക്കേഡ് തുടർന്നതിനാലും ഇതിനെ തുടർന്ന് IRGCയുടെ ഭാഗത്ത് നിന്നും വീണ്ടും ഹോർമുസ് അടച്ചുകൊണ്ട് നിശ്ചലമാക്കിയതിനെ തുടർന്ന് മാർക്കറ്റിലെ പോസിറ്റിവിറ്റിയൊക്കെ ഇന്ന് വൈപ്പ് ഔട്ട് ആയി പോവുകയും ചെയ്തു. എന്നിരുന്നാൽ കൂടിയിട്ടും ഇറാനുമായിട്ടുള്ള സീസ് ഫയറുമായി ബന്ധപ്പെട്ടുള്ള ഡെഡ് ലൈൻ അവസാനിക്കുവാൻ ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ചർച്ചയ്ക്കുള്ള ഊർജ്ജസ്വലത പ്രകടമായതിനാലും എന്നാൽ അതേസമയം ഇറാന്റെ ഭാഗത്ത് നിന്നും ചർച്ചയിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയില്ലായ്മയും തുടർന്ന് ഇന്ന് രാവിലെ വ്യാപാരം ആരംഭിച്ചപ്പോൾ മുതൽ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിലാകമാനം കൺഫ്യൂഷൻ നിലനിന്നിരുന്നു. മാത്രമല്ല അത് തുടരുന്നുമുണ്ട്. ഇതിനു പുറമെ ഇന്ന് വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ശക്തമായ ഉയർച്ചയും ഈ നടപടികളെ തുടർന്ന് അനുഭവപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 17.20 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്ന ഇന്ത്യ വിക്സിൽ ഇന്ന് ഏകദേശം 10% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും 9.18% ഉയർച്ചയോടുകൂടി 18.79 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നതും. കൂടാതെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ 20 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് വീണ്ടും 93 എന്ന ലെവൽ മറികടക്കേണ്ടതായിട്ടും വന്നു.
ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. എങ്കിലും ഇന്ന് ഒരു പരിധി വരെ കാര്യമായ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായില്ലെങ്കിലും പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനായതും ഇങ്ങനെയൊരു സ്ഥിതി നിലനിൽക്കുമ്പോൾ വലിയ കാര്യം തന്നെയാണ്. എങ്കിലും ആകെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം, തുടർച്ചയായി ഏതാനും ട്രേഡിംഗ് സെഷനിലായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,400 എന്ന ലെവൽ ബാലികേറ മലയായിട്ട് തന്നെ നിലനിൽക്കുന്നുമുണ്ട്. മുൻപ് കണ്ട പോലെ തന്നെ ഈ ലെവൽ പലപ്പോഴും മറികടക്കുമ്പോഴും ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നിഫ്റ്റിയിൽ അനുഭവപ്പെടുന്നതും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ രാവിലത്തെ ശക്തമായ നഷ്ടത്തിൽ നിന്നും നേരിയ തോതിൽ കരകയറിക്കൊണ്ട് 0.5% അഥവാ 224 പോയിന്റുകളുടെ നഷ്ടം മാത്രമേ നിലവിൽ രേഖപ്പെടുത്തുന്നുമുള്ളൂ. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ് മാർക്കറ്റ് 0.25%, ജർമ്മൻ മാർക്കറ്റ് 1.25%-അടുത്തും നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് തായ്ലൻഡ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില 4.32% ഉയർച്ചയോടുകൂടി $94.28 per ബാരൽ എന്ന നിലയിലായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 5.35% ഉയർച്ചയോടുകൂടി $88.34 per ബാരൽ എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ അതേസമയം ഗോൾഡിന്റെ വിലയിൽ നേരിയ ഉണർവാണ് അനുഭവപ്പെടുന്നത്. $4,799.59 per ബാരൽ എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. MCX കൽക്കരി എക്സ്ചേഞ്ച് സ്ഥാപിക്കുവാൻ സെബിയുടെ അനുമതി MCXന് ലഭിച്ചു. ഗോപാൽ സ്നാക്സ് ക്വാർട്ടർ 4 റിസൾട്ടുകൾ അംഗീകരിക്കുന്നതിനും ഇൻട്രീം ഡിവിഡന്റിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടും മെയ് 12-ന് കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. ആക്മി ഫിൻട്രേഡ് 50 കോടി രൂപ വിലമതിക്കുന്ന 50,000 സുരക്ഷിത നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകളുടെ സ്വകാര്യ പ്ലേസ്മെന്റിന് ബോർഡ് അംഗീകാരം നൽകി. മോൾഡ് ടെക് പാക്കേജിംഗ് 2 രൂപ per ഷെയർ എന്ന നിലയിൽ ഇൻട്രീം ഡിവിഡന്റ് നൽകുവാനായിട്ട് ബോർഡ് അംഗീകാരം നൽകി. പിക്കാഡിലി ഷുഗർ യൂണിറ്റിന്റെ ഡീമർജറുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി ഏപ്രിൽ 22-ന് മറ്റന്നാള് കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ഇന്ത്യയിൽ സ്റ്റാർബക്സിനെ ബാക്കപ്പ് ചെയ്യുന്നത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ആണ്. സ്റ്റാർബക്സ് ഇന്ത്യയുടെ പ്രൊഡക്റ്റുകളുടെ വിലയിൽ 5 മുതൽ 10% വില വർദ്ധിപ്പിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ക്രാനെക്സ്, BEL, വേദാന്ത, പവർടെക്, BHEL തുടങ്ങിയ കമ്പനികളിൽ നിന്നായിട്ട് 6.3 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സെൻ ടെക്നോളജീസ് വെടിമരുന്ന് നിർമ്മിക്കുവാനായിട്ടുള്ള ലൈസൻസ് ഔദ്യോഗികമായി തന്നെ ഇന്ത്യൻ ഡിഫൻസിന്റെ ഭാഗത്ത് നിന്നും കമ്പനിക്ക് ലഭിച്ചു. ഹാംപ്ടൺ സ്കൈ റിയാലിറ്റി ഫെമ ലംഘനങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച് കമ്പനിയുടെ പരിസരത്തും പ്രധാന എക്സിക്യൂട്ടീവുകളുടെ സ്ഥലങ്ങളിലും ഏപ്രിൽ 17-ന് ED പരിശോധന നടത്തിയെന്നുള്ള റിപ്പോർട്ട്സ് ഇന്ന് കമ്പനി പുറത്തുവിട്ടു. ഗ്രോ ക്വാർട്ടർ 4 റിസൾട്ട് ഇന്ന് കമ്പനി പ്രഖ്യാപിച്ചു. കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 122% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 686 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിലും 81% വർധനവും രേഖപ്പെടുത്തുകയും ചെയ്തു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.